അപൂർവ മസ്തിഷ്ക രോഗം ബാധിച്ച 1.5 വയസ്സുകാരൻ തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ആലപ്പുഴ ചേപ്പാട് സ്വദേശി ഷീജയുടെ മകൻ ഋത്വിക്കാണ് കഴിഞ്ഞ 4 മാസമായി ചെന്നൈയിലെ ആശുപത്രിയിൽ കഴിയുന്നത്. സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഋത്വിക്കിന്റെ ചികിത്സയ്ക്കായി ഇനി 20 ലക്ഷം രൂപ കൂടി വേണം. മസ്തിഷ്കത്തിൽ വൈറസ് ബാധയുണ്ടാകുന്ന അക്യൂട്ട് നെക്രോട്ടൈസിംഗ് എൻസെഫലോപ്പതി എന്ന അപൂർവ രോഗമാണ് ഋത്വിക്കിന്റെ കളിച്ചിരികളെ കവർന്നെടുത്തത്. ഫെബ്രുവരിയിൽ സാധാരണ നിലയിൽ ഒരു പനി ബാധിച്ചിരുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും പനി കടുത്തതോടെ നടത്തിയ പരിശോധനയിലാണ് അപൂർവ രോഗമാണെന്ന് കണ്ടെത്തിയത്. രോഗം തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ചെന്നൈ പള്ളിക്കരണിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ. അപകടനില തരണം ചെയ്തെങ്കിലും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടില്ല. ആശുപത്രിയിൽ പ്രത്യേകമായി സജ്ജീകരിച്ച മുറിയിൽ HFNC യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ഋത്വിക്ക് കഴിയുന്നത്. 1-2 മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. ഒരു 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കഴുത്തിന് കീപ്പൊട്ടി യാതൊരു അനക്കവും ഇല്ലായിരുന്നു. കുഞ്ഞിൻ്റെ ഞരമ്പ് സിസ്റ്റത്തെയൊക്കെ എഫക്റ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് 2-3 മാസമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ആളുകളെ തിരിച്ചറിയുന്നുണ്ട്, എഴുന്നേറ്റിരിക്കും, നടക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ഇപ്പോഴും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഉണ്ട്. തുടർ ചികിത്സയ്ക്കായി ഇനിയും പണം വേണം. ഡെന്റൽ ക്ലിനിക്കിലെ സഹായിയായിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. കുടുംബത്തിന്റെ നിത്യചെലവിന് പോലും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ തന്റെ കുഞ്ഞുമകനെ കരുണയുള്ളവരുടെ സഹായഹസ്തം ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നാണ് ഈ അമ്മയുടെ പ്രതീക്ഷ. 24 ചെന്നൈ.